പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു കൂട്ടം മനുഷ്യരെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടി. അപ്പോൾ അവരെ മുന്നോട്ട് വന്നപ്പോഴും പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തന്നെ അതിലൊരാൾ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. അപ്പോൾ കൂടെയുള്ള വേറൊരാൾ പറഞ്ഞു ഞങ്ങൾക്ക് വിഷയമേ ഉള്ളൂ, അതായത് പ്രാർത്ഥനാ വിഷയങ്ങൾ. അപ്പോൾ ആദ്യം പറഞ്ഞ ആൾ വിചാരിച്ച് വല്ല പ്രശ്നമുണ്ടെന്ന് അങ്ങനെ ചോദിച്ചതാണെന്നാണ് കരുതിയത്. ഈ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും നമുക്കൊത്തിരി വിഷയങ്ങളുണ്ടല്ലോ. ഒരു വിഷയമില്ലാത്ത മനുഷ്യരില്ല. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി വിഷയമുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മളിങ്ങനെ ക്രമമായിട്ടിങ്ങനെ നിരനിരയായിട്ടിങ്ങനെ ലൈൻ നിൽക്കുമ്പോഴും അതിൻ്റെ കൂടെ നമ്മളങ്ങ് ചേർന്ന് പോകുന്നത് പോലെ കുർബാനയുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകൃതമാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പ്രാർത്ഥനകളും കൂടി അങ്ങ് കയറ്റിവിടാം. അപ്പോൾ ദൈവം സ്വീകരിക്കും. നല്ല ശ്രദ്ധയോടുകൂടെ, നല്ല ഭക്തിയോടുകൂടെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ, പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് അങ്ങനെ കൂടെ പ്രാർത്ഥനകൾ കൊടുത്തുവിടാൻ സാധിക്കും. നല്ല ശ്രദ്ധയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്തവ പിന്തുടരാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ചവ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവരവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗിയുണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ തൻ്റെ പുത്രനെയോ കാളയെയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ച് കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. എപ്പോഴും ഫരിസേയർ അവർ എന്തെങ്കിലും ഒരു കുറ്റം കാണാൻ വേണ്ടി അവരിങ്ങനെ നോക്കിയിരിക്കും. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോഴും അങ്ങനൊരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നില്ല. അതായത് ഒരു സാപത്തിൽ അവൻ ഫരിസേയ പ്രമാണികൾ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി.
ഈശോ ചുമ്മാ ഒരു വീട്ടിൽ പോവോ? അവർ വിളിച്ചിട്ടായിരിക്കും അല്ലേ, വെറുതെ വിളിക്കാതെ പോവോ? അവർ വിളിച്ചിട്ടായിരിക്കും. അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതുമാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അവരൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല, നീ എന്താ ചെയ്യുന്നതെന്നൊന്നും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ സാപത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ സുവിശേഷ ഭാഗത്തിൽ യേശു ആണ് അങ്ങോട്ട് ചോദിക്കുന്നത്. നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവൻ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. പിന്നീട് ഈശോ തന്നെയാണ് അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ച് കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഈ മഹോദര രോഗം എനിക്ക് മനസ്സിലായത് അത് വയറ്റിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഇങ്ങനെ നീര് കെട്ടുന്ന, വയറ്റിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നാണ്. അത് ത്വക്ക് സംബന്ധമായ രോഗമായിട്ടും ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതിന് അസൈറ്റിസ് എന്ന ഒരു പേര് പറയുന്നുണ്ട്, ഡ്രോപ്സി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ ശ്വാസതടസ്സം ആണ്. ഇങ്ങനെ നെറ്റിലെ മഹോദര രോഗം നോക്കിയപ്പോഴേ കണ്ട കാര്യങ്ങളാണ്. പിന്നെ മനം പുരട്ടൽ, പിന്നെ ക്ഷീണം, പിന്നെ മലമൂത്രം, ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ നമ്മളെ മസിൽസ് ഉണ്ടല്ലോ, അങ്ങനെ കൺട്രോൾഡ് അല്ലാതെ പോവും. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. മഹോദര രോഗി എന്ന് പറയുമ്പോൾ ഭയങ്കര ദയനീയമാണ്. അപ്പോൾ അതാണ് ഈശോ അയാളോട് കരുണ കാണിക്കുക. നമുക്കിത് ഒരു രോഗം സുഖപ്പെടുത്തിയതായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു വലിയൊരു അസ്വസ്ഥതയിൽ നിന്ന്, ഒരു കെണിയിൽ നിന്നും, ഒരു ദുരിതത്തിൽ നിന്നും, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചതായിട്ട് അങ്ങനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈശോ ചോദിക്കുന്നത്. പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ രക്ഷപ്പെടുത്തുകയില്ലേ? ഇപ്പം കിണർ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഒരു പെട്ടുപോയ അവസ്ഥ, തനിയെ കയറാൻ പറ്റുന്നില്ല. അപ്പം ആരെങ്കിലും പിടിച്ചു കയറ്റണം. അപ്പം ഈശോ അതാണ് ചെയ്തത്. അതാണ് ഈശോ ചോദിക്കുന്നത്, അങ്ങനെ ഒരാളെ നമ്മൾ രക്ഷിക്കണ്ടേ? അപ്പം രോഗമാകാം, എന്തെങ്കിലും ഒരു കെണികളാകാം. നമ്മളത് അയാളുടെ ദുരിതാവസ്ഥ കണ്ട് വെറുതെ നോക്കി നിൽക്കുന്നവനല്ല ദൈവം എന്ന് കാണിക്കുകയാണ്. ദൈവം അതിൽ ഇടപെടുന്ന ദൈവമാണ്. നമുക്കത് ചിലപ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ കഥയുമായിട്ടൊക്കെ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോഴും, പോയി വീണതാണെങ്കിലോ, കിണറ്റിൽ പോയി വീണതാ, ഇപ്പോൾ ഈ രോഗം അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിനെ ലിവർ സിറോസിസുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മദ്യപാനം വഴിയാണ് ലിവർ സിറോസിസ് വന്നതെങ്കിൽ അപ്പോൾ തനിയെ പോയി വീണതാകാം, ഈ രോഗത്തിലേക്ക് തനിയെ പോയി വീണതാകാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു കെണിയാണെങ്കിൽ, ഒരു പാപത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ തനിയെ പോയി വീണതാകാം. തനിയെ പോയി വീണിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അപ്പോൾ ദൈവം രക്ഷിച്ചതാകാം. ഇങ്ങനെ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു കിണറ്റിൽ പോയി വീണത്, ജനം 2 തിന്മകൾ ചെയ്തു എന്ന് പറഞ്ഞത്. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പം തനിയെ കുഴിയിൽ പോയി വീണു. ഈ ധൂർത്തപുത്രൻ്റെ കഥയുമായിട്ട് എടുക്കുമ്പോൾ, വീട്ടിൽ നിന്ന മകൻ, അപ്പൻ്റെ കൂടെ നിന്ന മകൻ എന്തിനാണ് ഇറങ്ങിപ്പോയത്? എന്തിനാണ് ഒരു ദുരിതത്തിലേക്ക് പോയി വീണത്? അങ്ങനെയൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കാം. ചിലപ്പോൾ വഴിയെ വന്ന ദുരിതങ്ങൾ, പോക്ക് കാണുമ്പോൾ നീ പോയി വീഴും, നീ ഒരു കെണിയിൽ വീഴുമെന്ന് പലർക്കും തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, നീ വീഴും എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കിണർ നമുക്കറിയാം, നമ്മൾ കെണിയിൽ വീഴുമെന്ന് കരുതിയിട്ടും അറിഞ്ഞിട്ടും, എടാ ബൈക്ക് സ്പീഡിൽ ഓടിക്കല്ലട മകനെ, എടാ നീ നേരത്തെയും കാലത്തെ വാട, നിൻ്റെ കൂട്ട് ശരിയല്ല എന്നൊക്കെ അപ്പനും അമ്മയും പറഞ്ഞത് കേൾക്കാതെ ഒരു കെണിയിൽ വീണിട്ട് ഇപ്പോൾ ആരുമില്ല, കൂട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, വീട്ടുകാർ മാത്രം കൂടെ, അപ്പനും അമ്മയും മാത്രം. നമുക്കത് മനസ്സിലാവും. ഒരു ആശുപത്രി കാര്യം വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ അപ്പനും അമ്മയും മാത്രമേ കൂടേണ്ടുള്ളൂ, ദൈവം മാത്രമേ രക്ഷിക്കാനുള്ളൂ. അങ്ങനെ പന്നിക്കൂട്ടി കിടക്കുന്ന അവന് മനസ്സിലായി, അപ്പൻ മാത്രമേ ഇനി എനിക്കുള്ളൂ. അതാണ് ഈ പുത്രൻ എന്ന് പറയുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടതെന്നൊരർത്ഥമുണ്ടല്ലോ പുത്രൻ. കാള എന്ന് പറയുന്നത് ചിലപ്പം കന്നുകാലിക്കൂട്ടങ്ങൾ സമ്പത്തായിട്ട് കരുതുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നല്ലോ. അപ്പം കാള, നിങ്ങൾക്ക് വിലപിടിപ്പുള്ളത്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതൊന്ന്, നിങ്ങൾക്ക് സമ്പത്തെന്ന് കരുതുന്ന ഒന്ന്, അതിനെ ചേർത്ത് പിടിക്കണ്ടേ? അതാണ് ഈ നഷ്ടപ്പെട്ടു പോയത്. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് തള്ളിക്കളയാതെ അത് പ്രിയപ്പെട്ടതായി തിരിച്ചു പിടിക്കുന്ന ദൈവം. അതാണ്
ധൂർത്തപുത്രനെ കെട്ടിപ്പിണരുന്ന അപ്പൻ, അത് തിരിച്ചു പിടിക്കുന്ന അപ്പനാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. പാപത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ തിരിച്ചു പിടിക്കും. നമ്മൾ കുഴിച്ച കുഴിയിൽ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറ്റാൻ ദൈവം മാത്രമേ നമുക്കുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോസിയ പ്രവാചകൻ 11, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു, ഞാൻ അവരെ അടുത്തേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽ ദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11:4 കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അപ്പോൾ കരുണയുടെ കയറിട്ട് ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ യാക്കോബിൻ്റെ ഗോവണി, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇങ്ങനെ മാലാഖമാർ കയറിപ്പോകുന്ന, ദൈവവും മനുഷ്യരും തമ്മിലുള്ളൊരു ഗോവണിയായിട്ട് ഈശോയെ കണക്കാക്കിയാണെങ്കിൽ, മനുഷ്യരെ പാപം ചെയ്തപ്പോൾ ദൈവം ഒരു കയറിട്ട് നമ്മളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, കയറിൽ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടി അയച്ചവനാണ് യേശു. യേശുവിനെ പിടിച്ച് രക്ഷ പ്രാപിക്കുക. ദൈവം അയച്ച ഒരു കരുണയുടെ കയർ നമ്മൾ പിടിച്ച് കയറി രക്ഷപ്പെട്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ദൈവമാണ് നമ്മുടെ, ഈശോയാണ് നമ്മുടെ പിടിവള്ളി. എവിടെയൊക്കെ എന്തൊക്കെ തകർന്നു പോയാലും നമുക്ക് അവസാനം നമ്മൾ വന്നു ചേരേണ്ടത്. അതുകൊണ്ടാണ് സഭ നമ്മളോട് പറയുന്നത് യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പം ദൈവം അയച്ച കരുണയുടെ കയറാണ് ഈശോ എങ്കിൽ, ഇനി അങ്ങനെ ഈശോ ഇപ്പോൾ ധൂർത്തപുത്രൻ അങ്ങനെ പിടിച്ച് ദൈവം കൂടെ പിടിച്ച് നിർത്തിയിരിക്കുക. ദൂരെ പോയ മകനെ വീണ്ടും പിടിക്കാൻ വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിനെ കൂടി അയച്ചതുപോലെ, നമുക്ക് ഈശോ പറഞ്ഞില്ലേ ഞാൻ പോകുന്നത് നല്ലതാണ്, എന്നിട്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കും. അപ്പോൾ ദൈവം ഇങ്ങനെ പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യം പുത്രനെ അയച്ചു, പിന്നെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. ധൂർത്തപുത്രന് പന്നിക്കൂട്ടിൽ ആരും വിളിക്കാൻ ചെന്നിട്ടില്ല. പന്നിക്കൂട്ടിൽ നിന്ന് ആരും വീട്ടിൽ പോ മകനെ എന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ വീട്ടിൽ വന്നു? അതാണ് അവിടെ ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി. ഇത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 16:8 അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പം ദൈവം പരിശ്രമിക്കുന്നത് യേശുവിനെ നമുക്ക് വേണ്ടി തരുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ കെണിയിൽപ്പെടുമ്പോഴും നമ്മളെ പ്രചോദിപ്പിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനും പരിശുദ്ധാത്മാവിനെ കൂടി നമുക്ക് നൽകിയാണ്. ഞാനിങ്ങനെ ഈ വചനം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ധ്യാനിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മളിങ്ങനെ നമ്മളെ ഉറപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് നിന്നെ വേണം മകനെ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത് പോലെയാണ്. അതൊരു വാക്ക് പലതവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അച്ചാരം എന്നൊരു വാക്കുണ്ട് ബൈബിളിൽ. അത് പൗലോസ് അപ്പോസ്തലനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നത്. അത് 2 കൊരിന്തോസ് 1-ാം അധ്യായം 22-ാം വാക്യം, അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും പകരുകയും ചെയ്തിരിക്കുന്നു. 2 കൊരിന്തോസ് 5-ാം അധ്യായം 5-ാം വാക്യത്തിലും ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകിയ ദൈവമാണ്. വീണ്ടും എഫേസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. അത് 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നുള്ള അവകാശം നാം വീടിനടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അതായത് നമ്മളെ കൂദാശകളിലൂടെ ദൈവം നമ്മളെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയിരിക്കുക. എനിക്ക് നിന്നെ വേണോടാ, എടാ കുഞ്ഞെ മകനെ, എനിക്ക് നിന്നെ വേണം. നീ കുതറി ഓടിയാലും, നീ രോഗത്തിൽപ്പെട്ടാലും എനിക്ക് നിന്നെ രക്ഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. എനിക്ക് നിന്നെ രക്ഷിക്കണം, എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് ഞാൻ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി, അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഉള്ളിലേക്ക് തന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുക. അതായത് നമ്മളൊരു വസ്തു സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ മുൻകൂർ പണം കൊടുത്ത് അതെനിക്ക് വേണം, ഇനി ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വസ്തു നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് കൊടുത്ത് അത് പകുതിയോ അല്ലെങ്കിൽ നമ്മൾ മുൻകൂർ പണമോ അഡ്വാൻസോ കൊടുത്ത് നമ്മൾ സ്വന്തമാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിട്ട് നീ എൻ്റേതാണ്, ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, നീ എൻ്റേതാകുന്നത് വരെ ഞാൻ നിൻ്റെ പുറകെ നടക്കും എന്ന് പറഞ്ഞ് ദൈവം പുറകെ നടക്കുക.
അപ്പോൾ അതാണ് പ്രിയപ്പെട്ടതിനെയും സ്വന്തമായതിനെയും ദൈവം തള്ളിക്കളയലാണ്. നമ്മൾ മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ദൈവത്തിന് സ്വന്തമായതാണ്. അതിലൂടെ പരിശുദ്ധാത്മനം നൽകി നമ്മളെ സ്വന്തമാക്കി വെച്ചിരിക്കാം. പക്ഷെ നമ്മളാണ് ദൈവം സ്വത്തെന്ന് കരുതാത്തവർ. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിന്ന് പോകുമ്പോൾ അവന് ദൈവം സ്വത്തല്ല, അവൻ്റെ സ്വത്ത് പണമാണ്. പക്ഷെ അവൻ തിരിച്ചറിഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന് അവന് ബോധ്യം കൊടുത്തപ്പോൾ അവന് മനസ്സിലായി, അപ്പനാണ് എൻ്റെ സ്വത്ത്. അതാണ് ദൈവത്തിന് നമ്മൾ സ്വത്താണ്, ദൈവത്തിന് നമ്മൾ പ്രിയപ്പെട്ടതാണ്. പ്രിയ ദൈവവേദന, നിനക്ക് ദൈവം പ്രിയപ്പെട്ടതാണോ? അതാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ഈ മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ രോഗത്തിൽ നിന്നും, കെണികളിൽ നിന്നും, നിന്റെ വിഷയങ്ങളിൽ നിന്നും, നിനക്ക് ജോലിയോ കുഞ്ഞോ കടബാധ്യതയോ വീടോ, നിന്നെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ പ്രിയപ്പെട്ടതായി ദൈവം കരുതിയിരിക്കുക. പക്ഷെ നിനക്ക് പ്രിയപ്പെട്ടതാണോ നിന്റെ ദൈവം? ദൈവം നിന്നെ പ്രിയപ്പെട്ടതായിട്ട് കരുതി, സ്വന്തമായിട്ട് കരുതി, നിന്നെ പരിശുദ്ധാത്മാവിനെ തന്ന്, നിനക്ക് ദൈവപിതാവ് ഈശോയെയും തന്ന്, പരിശുദ്ധാത്മാവിനും തന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ പകുതി തന്ന്, അഡ്വാൻസ് തന്ന്, നിനക്ക് തന്നെ അഡ്വാൻസ് തന്ന് നിന്നെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നീ കുതറി ഓടുമ്പോഴും ദൈവം നിന്റെ പുറകെ നടക്കുക. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം, കർത്താവ് എനിക്ക് തിരിച്ചറിവ് നൽകണമേ, നീയാണ് എൻ്റെ സ്വത്ത് എന്ന് അറിയാൻ. അങ്ങനെ സ്വത്ത് തൻ്റെ സ്വത്ത് അപ്പനാണെന്ന് മനസ്സിലാക്കിയ ധൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ട് ഒന്നും ചോദിച്ചില്ല, പാപം മാത്രമേ പറഞ്ഞുള്ളൂ. പാപം പൊട്ടക്കിണറുകളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കെണികളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, അപ്പ തെറ്റിപ്പോയപ്പ എന്നൊന്ന് പറയും. ഏത് രോഗമായാലും ഏത് ദുരിതമായാലും പിടിച്ചു കയറ്റും. അതാണ് ദൈവം. അപ്പ തെറ്റിപ്പോയപ്പ എന്ന് പറഞ്ഞു. ആ മഹോദര രോഗിയെ അവൻ ആവശ്യപ്പെട്ടോ എന്നറിയില്ല, വചനത്തിൽ അവൻ ആവശ്യപ്പെട്ടതായിട്ട് പറയുന്നില്ല. പക്ഷേ ആ നിപ്പ് കാണുമ്പോൾ, ആ രോഗിയെ കാണുമ്പോൾ കർത്താവിന് തോന്നുകയാണ്, ഇതെൻ്റെ പ്രിയപ്പെട്ടതല്ലേ, എനിക്കിവനെ വേണം, എനിക്കിവനൊരു അനുഗ്രഹം കൊടുക്കണമെന്ന് ദൈവത്തിന് തോന്നട്ടെ. നമ്മുടെ ഈ ബലിയർപ്പണവും നമ്മുടെ സ്നേഹവും നമ്മുടെ കൂടെ നിൽപ്പും കണ്ടിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോന്നട്ടെ. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. ദൈവം എൻ്റെ സ്വത്തായി മാറട്ടെ, ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവമായി മാറട്ടെ. അതും ഇതും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെൻ്റെ ദൈവത്തെ താ, എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ എനിക്കൊന്ന് ജ്വലിപ്പിച്ചതാ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, നീ വരേണേ ശക്തിയായി, ശക്തിയേകും ഭോജ്യമായി ഇടറാതെ എൻ നാഥനെ നീ വഹിക്കണമേ. പൊട്ടക്കിണറിൽ വീണുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് വഹിച്ച് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത് പോലെ ഒരു അനുഭവം തരണമേ. പരിശുദ്ധ മറിയമേ, അമ്മ ഉള്ളിൽ ഈശോയെ വഹിച്ചുകൊണ്ട് നടന്നതുപോലെ, ഈശോയെ സ്വത്തായി കണ്ടതുപോലെ, എന്നെ വഹിക്കാൻ, എന്നെ കൂടെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന ദൈവത്തെ അമ്മ സ്വത്തായി കണ്ടതുപോലെ ഞാനും സ്വത്തായി കണ്ട് കൂടെ പിടിച്ചുകൊണ്ട് നടക്കാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും, ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും, സ്വന്തമായി ഒന്നുമില്ല കൈമുതൽ നാദാ, നിന്ദാനമാണി ജീവിതം
ഇന്നേറ്റു ചൊല്ലുന്നു. നന്ദിതൻ ബലിയായി എന്നുടെ ഹൃദയമേകീടാൻ തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാം. ജീവദായകമാം ബലിയിൽ പങ്കുചേർത്തിടുകിൽ നിന്റെ സ്നേഹമെന്നുടെ ജീവിതത്തിൽ പങ്കുവച്ചിടാം. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങ് ഉപരിമഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ
മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധീശനായ സഹാരാജ് പിതാവിനോടും വൈദിക തുടുമത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ്
സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശകൾ അവ ഉൾക്കൊള്ളുന്നവ ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തും നിതാ. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തും നിതാ. കൃപ നിറയും പ്രശാന്തറാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശോനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തറാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശോനെ വാഴ്ത്തുന്നു. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തും നിതാ. ഉന്നതൻ്റെ വാസം നിന്റെ കൂടെ വന്നു. ഉന്നതൻ്റെ മാർഗം കനിവോടെ നിന്നു. ഉയിരിൻ്റെ മാർഗം കനിവോടെ തന്നു. മനസ്സിൻ്റെ മോക്ഷം മനുജർക്കു തന്നു. രക്ഷകന്റെ അമ്മ നീയല്ലോ. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തും നിതാ. നിന്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തും നിതാ.
കൃപ നിറയും പ്രശാന്തറാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തും നിതാ.